നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 26 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കുവാനായിട്ട് സമയമെടുക്കാം. 26-ാമത്തെ വാക്യത്തിൽ ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിസ്തൃതർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഇപ്പം 26-ാമത്തെ വാക്യത്തിൽ അത് ആരംഭിക്കുന്നത് ഔവണ്ണം തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഏതു വണ്ണമാണ് എന്നുള്ളത് അതിന് മുമ്പ് എഴുതിയിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് അത് ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവമക്കളായിരിക്കുന്ന നാം പ്രത്യാശയോടെ ക്ഷമയോടെ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായിട്ട് അങ്ങനെ കാത്തിരിക്കുകയാണ്. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് നമ്മൾ കാത്തിരിക്കുന്നു. നമ്മൾ അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ആത്മാവ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. നമ്മൾ കാത്തിരിക്കുന്ന വണ്ണം ഔവണ്ണം, അതായത് നമ്മൾ കാത്തിരിക്കുന്നു, അതുപോലെ ആത്മാവ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് 26, 27 വാക്യങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രത്യാശ ഉണ്ട് എങ്കിൽ മാത്രമാണ് ആത്മാവിന് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഔവണ്ണം എന്ന് പറയുന്നതായിട്ടുള്ള വാക്ക് ഇതിനിടയിൽ കൊടുത്തിരിക്കുന്നത് വളരെ പ്രസക്തിയുണ്ട്. നാം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരങ്ങുന്ന ഒരവസ്ഥയുണ്ട് എങ്കിൽ, കാണാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നാം പ്രത്യാശിക്കുന്നുണ്ട് എങ്കിൽ, അതിനായിട്ട് നാം ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ട് എങ്കിൽ, നമ്മളിൽ തന്നിരിക്കുന്നതായിട്ടുള്ള ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു എന്നാണ് നമുക്ക് ഈ വേദഭാഗത്ത് നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മിൽ അങ്ങനെ ഒരു പ്രത്യാശയൊന്നുമില്ല എങ്കിൽ നമ്മളിലുള്ള ആത്മാവിന് അങ്ങനെ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുവാനായിട്ട് പ്രത്യേകിച്ച് കഴിയുകയില്ല. അപ്പോൾ നാം അങ്ങനെ ഒരു പ്രത്യാശയോട് കൂടിയാണ് ജീവിക്കുന്നത് എങ്കിൽ നമുക്ക് വേണ്ടി സഹായം ചെയ്യാനായിട്ട് ദൈവാത്മാവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദൈവാത്മാവ് എന്താണ് ചെയ്യുന്നത്? ഇവിടെ ദൈവാത്മാവ് ചെയ്യുന്നതായിട്ട് പറയുന്നത് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. നമ്മുടെ ബലഹീനത എന്താണ്? നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പലവിധമായിട്ടുള്ള ബലഹീനതകളുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നതായിട്ടുള്ള ബലഹീനത എന്ന് പറയുന്നത് അതിൻ്റെ പിന്നീടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. അപ്പോൾ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്ത് എന്ന് നാം അറിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ്റെ ബലഹീനത എന്ന് പറയുന്നത്, നമ്മുടെ ബലഹീനത എന്ന് പറയുന്നത്. നമുക്കറിയാം, നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമയിലുള്ള സഭയിലെ വിശ്വാസികൾക്ക് എഴുതുന്നത് വേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ എന്ന്? ഇവിടെ റോമയിലെ വിശ്വാസികൾ മാത്രമല്ല, മറിച്ച് പൗലോസ് അപ്പോസ്തലനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്, അല്ലേ? വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ എന്നുള്ളതല്ല അവിടെ എഴുതിയിരിക്കുന്നത്, മറിച്ച് നാം അറിയുന്നില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് അതിൽ തന്നെ ചില ബലഹീനതകളുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. എന്തൊക്കെയാണ് പ്രാർത്ഥനയിൽ ഉളവാകുന്നതായിട്ടുള്ള ബലഹീനതകൾ? ഒന്ന്, നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ തന്നെ പലപ്പോഴും ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള വിഷയങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ലാത്തതായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല എന്നാണ്. അപ്പോൾ വല്ലാതെ യാചിക്കുന്ന, അതായത് മനുഷ്യൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ സമൃദ്ധിക്ക് വേണ്ടി, ഈ ലോക ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി, ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന
ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത യാചനയാണ് എങ്കിൽ, ലൗകികമായിട്ടുള്ള നിലയിലുള്ള ഒരു പ്രാർത്ഥനയാണ് എങ്കിൽ, നമുക്ക് ഒന്നും ലഭിക്കാതെ പോകാനായിട്ടുള്ള സാധ്യതയും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമ്മൾ പ്രാർത്ഥനയിലെ ഒരു ബലഹീനതയാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. മിക്കവാറും ഇന്ന് അനേക വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് നോക്കിയാൽ അവരുടെ പ്രാർത്ഥന ചുറ്റിപ്പറ്റിയിരിക്കുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രമാണ്. ഞാൻ പല സ്ഥലങ്ങളിലും പല കുടുംബങ്ങളിലും സഭകളിലുമൊക്കെ പോയി അങ്ങനെ സന്ദർശിക്കുന്ന സമയങ്ങളിൽ അവരുടെ കുടുംബ പ്രാർത്ഥനയോ അല്ലെങ്കിൽ സഭയിലെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ അങ്ങനെ കേൾക്കാറുണ്ട്, അവരുടെ പ്രാർത്ഥനകൾ കേൾക്കാറുണ്ട്. അവിടെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, പ്രാർത്ഥനകൾ 99.99% ഈ അവരുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നു എന്ന് പറയുന്നതായിട്ടുള്ള പ്രാർത്ഥനകളാണ്. നമുക്കറിയാമല്ലോ, ദൈവവചനത്തിൽ നാം കാണുന്ന, പുതിയ നിയമത്തിൽ നാം കാണുന്നതായിട്ടുള്ള പ്രാർത്ഥനകൾ ഒന്നും തന്നെ ലൗകിക വിഷയങ്ങളെ സംബന്ധിച്ചല്ല. എന്നാൽ അങ്ങനെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പ്രാർത്ഥനകൾ ഏറ്റവും കുറഞ്ഞിരിക്കെ, വളരെ നിസ്സാരമായിരിക്കെ, വിശ്വാസികൾ എന്ന് പറയുന്ന നമ്മളുടെ പ്രാർത്ഥന യഥാർത്ഥത്തിൽ നല്ലൊരു ശതമാനം എന്നല്ല, 100%-ഓളവും തന്നെ നമ്മളുടെ പ്രാർത്ഥനകൾ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ അപാകതയുണ്ട്. അപ്പോൾ ഇത് പ്രാർത്ഥനയുടെ ഒരു ബലഹീനതയാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് വീണ്ടും ബലഹീനതകളുണ്ട്. നമുക്കറിയാമല്ലോ, കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിച്ചല്ലോ. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ കർത്താവ് എന്താ പഠിപ്പിച്ചേ? ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്നാൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മളങ്ങനെ നമ്മുടെ കടക്കാരോടൊന്നും ക്ഷമിച്ചിട്ടില്ല. നമ്മളോട് ആരെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്ഷമിച്ചിട്ടില്ല. മറിച്ച് നമ്മൾ ആ ഒരു ക്ഷമ ചെയ്യാതെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി നമ്മളുടെ പാപങ്ങളുടെ ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലും അയോഗ്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്, അത് ബലഹീനമായ ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ ബലഹീനതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേണ്ടും പോലെ പ്രാർത്ഥിക്കുന്നത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. നമ്മൾ എത്ര വലിയവനാണെങ്കിലും, പൗലോസ് അപ്പോസ്തലന് പോലും തന്നെക്കുറിച്ച് പറയുവാനായിട്ട് കഴിയുന്നത്, എനിക്ക് പ്രാർത്ഥനയിൽ ബലഹീനതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരളവിൽ അല്ലെങ്കിൽ മറ്റൊരളവിൽ നമ്മളുടെ പ്രാർത്ഥനയിലൊക്കെ ഒരു ബലഹീനതയുണ്ട്. എന്നാൽ അതിന് തുണയ്ക്കുവാനായിട്ട് ദൈവാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുവെന്നാണ് 26-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പോൾ നാം ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് എന്ത് പറയും? ആത്മാവ് എന്ത് പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടി? അയ്യോ കർത്താവെ, അവനത് ചെയ്തു കൊടുക്കരുത്. നാം നമ്മുടെ അവ്യക്തമായിട്ടുള്ള അയോഗ്യമായിട്ടുള്ള പ്രാർത്ഥന കഴിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് തുണ നിൽക്കുകയല്ല, മറിച്ച് ആ പ്രാർത്ഥനയെ കറക്റ്റ് ചെയ്ത് ദൈവസന്നിധിയിലേക്ക് വിടുക എന്നുള്ളതാണ് ദൈവാത്മാവ് ചെയ്യുന്നതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. നമ്മളുടെ പ്രാർത്ഥനകളെ തന്നെ മാറ്റിമറിക്കുവാനും, അതല്ല നമ്മളുടെ പ്രാർത്ഥനകൾ അത് മോഡിഫൈ ചെയ്ത് അതിനെ വ്യത്യാസപ്പെടുത്തി ദൈവസന്നിധിയിലേക്ക് വിടുവാനും പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് നമ്മൾ കാണുന്നു. അത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയുവാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. നമുക്കറിയാൻ കഴിയുമോ? കഴിയുമെന്നാണ് 27-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. എന്താണ് 27-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്? എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അപ്പോൾ ദൈവഹിതപ്രകാരം, നമ്മളുടെ ദൈവഹിതപ്രകാരം അല്ലാത്തതായിട്ടുള്ള പ്രാർത്ഥനകളെ ക്യാൻസൽ ചെയ്ത് ദൈവഹിതപ്രകാരം നമുക്ക് വേണ്ടി ദൈവാത്മാവ് പക്ഷപാതം ചെയ്യുന്നു എന്നുള്ളതിരിക്കെ, ആ ആത്മാവിൻ്റെ ചിന്ത എന്താണ്, ആത്മാവ് എങ്ങനെയാണ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നത് എന്ന്
ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുമ്പോൾ, നാം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ, നമ്മുടെ കാഴ്ചപ്പാടുകളെ പരിശോധിക്കുമ്പോൾ നമുക്ക് ആത്മാവിൻ്റെ ഇഷ്ടം എന്താണ് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് 8-ാം അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ആത്മാവിൻ്റെ ഇഷ്ടം എന്ത് എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയിൽ എന്നുള്ളത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവാത്മാവിൻ്റെ ഇഷ്ടം എന്ത് എന്നുള്ളത് അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യമാണ്. അത് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവന് മാത്രമേ അത് അറിയുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഹൃദയത്തെ പരിശോധിക്കുക എന്ന് പറയുന്നത്? അതും അപ്പോൾ ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് ഹൃദയത്തെ പരിശോധിക്കുക? അപ്പോൾ ഇവിടെ ഈ പരിശോധിക്കുക എന്ന് പറയുമ്പോൾ അതിന് ഒരു സമയം ആവശ്യമാണ്, അതിനൊരു ഒരു ഉത്സാഹം ആവശ്യമാണ്, ഒരു ശ്രമവും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഒരു ഉത്സാഹം വേണം, സമയം വേണം, ശ്രമം വേണം. ഇതെല്ലാം എടുത്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം സാഹചര്യങ്ങളിൽ, ഏതെല്ലാം നിലയിൽ ദൈവാത്മാവ് നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നു, നമ്മളെ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നു, നമ്മളെ പ്രാർത്ഥനയെ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടാണ് യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ കേൾപ്പാൻ വേഗതയും പറവാൻ താമസവുമുള്ളവരായിരിക്കും. നമുക്ക് പലപ്പോഴുമുള്ള നമ്മുടെ പ്രവണത എന്ന് പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുന്നതിന് മുമ്പ് തന്നെ മറുപടി പറയുക എന്നുള്ളതാണ്. കാരണം എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്നുള്ളത് നാം മുൻകൂട്ടി അങ്ങോട്ട് തീരുമാനിച്ചിട്ട് അതിനുള്ള പ്രതിവാദം അത് കേൾക്കാൻ പോലും നിൽക്കാതെ തിരിച്ച് പ്രതികരിക്കുന്നതായിട്ടുള്ള ആളുകളാണ് മനുഷ്യരായിട്ടുള്ള ആളുകൾ പൊതുവെ. എന്നാൽ കേൾപ്പാൻ വേഗത ഉണ്ടായിരിക്കണമെന്ന് പറയുമ്പോൾ എല്ലാം കേൾക്കണം, പക്ഷെ പറവാൻ താമസം ഉണ്ടായിരിക്കണം. എന്തിനാണ് പറയാൻ താമസിക്കുന്നത്? കാരണം നമ്മളിവിടെ വായിച്ചതുപോലെ ഹൃദയത്തെ പരിശോധിച്ച് ആത്മാവിൻ്റെ ചിന്ത എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സമയം വേണം, ശ്രമം വേണം, അതുപോലെ തന്നെ അതിനുള്ള ഉത്സാഹവും വേണം. അതല്ലാതെ സ്വാഭാവികമായിട്ട് നമ്മളിൽ നിന്ന് വരുന്നത് മിക്കവാറും ഒരു 99% നമ്മളുടെ രൂപാന്തരത്തിൻ്റെ ലെവൽ അനുസരിച്ച് എന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയും. 99% ജഡത്തിൽ നിന്നായിരിക്കും ഉളവാകുക. നമ്മളുടെ എല്ലാ പെട്ടെന്നുള്ള പ്രതികരണങ്ങളും 100% തന്നെ ജഡത്തിൽ നിന്നാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് പ്രതികരിക്കരുത്, പെട്ടെന്ന് മറുപടി പറയരുത് എന്ന് പറയുന്നത്. കേൾപ്പാൻ വേഗതയായിക്കൊള്ളട്ടെ, പക്ഷെ പറവാനായിട്ട് നമ്മൾ താമസമെടുക്കണം. എന്തിനാണ് ഈ താമസം? അങ്ങനെ വെറുതെ ഒന്നുമല്ല വചനത്തിൽ നിങ്ങൾ പറയുവാനായിട്ട് താമസിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം അങ്ങനെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ ദൈവസന്നിധിയിലിരുന്ന് ചിന്തിക്കുവാനും ദൈവവചനത്തിലെ പ്രമാണങ്ങളുമായിട്ട് അതിനെ താരതമ്യം നോക്കുവാനും ആത്മാവിൻ്റെ ചിന്ത എന്താണ്, ആത്മാവ് എന്നെ ഏത് നിലയിലാണ് മുമ്പോട്ട് നടത്തുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നാം അങ്ങനെ പെട്ടെന്ന് പ്രതികരിച്ചാൽ ഒരിക്കലും സാധിക്കുകയില്ല. നാം തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തെറ്റിപ്പോകും. ഒരുപക്ഷെ പറയരുതാത്ത പലതും പറയും. അങ്ങനെ നമ്മൾ ഒരു കലഹം കുടുംബങ്ങളിലും അതുപോലെ തന്നെ ജോലിസ്ഥലത്തും സമൂഹങ്ങളിലും അയൽവക്കത്തും ഒക്കെ വലിയ കലഹത്തിന് നമ്മൾ ഇടയാക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ മാത്രമല്ല നമ്മളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നാം ഇങ്ങനെ ഒരല്പസമയമെടുത്ത് ദൈവാത്മാവിൻ്റെ ആലോചന എന്താണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനൊന്നും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരല്ല എന്നാണ്. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ആത്മാവിൻ്റെ ഹിതമെന്ത്, ആത്മാവിൻ്റെ ചിന്ത എന്ത്, ആത്മാവിൻ്റെ ഇഷ്ടമെന്ത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ആത്മാവിൻ്റെ ചിന്ത എന്നാണ് അല്ല. 27-ാമത്തെ വാക്യത്തിൽ ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ചിന്ത എന്നുള്ളത് എന്താണ് എന്ന് ഹൃദയങ്ങളെ പരിശോധിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ നമുക്ക് ഇത് സാധ്യമാവുകയുള്ളൂ.
ഏത്? ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമാവുകയുള്ളൂ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നതാണ്. അത് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ജീവിതമല്ല. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ജഡത്തിലായിരുന്നപ്പോൾ, നമ്മളതിനെക്കുറിച്ചൊക്കെ വായിച്ചതാണ്, പഠിച്ചതാണ്. ജഡത്തിനും മനോവികാരങ്ങൾക്കും അനുസരിച്ച് ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു എന്നുള്ളതും നാം അങ്ങനെ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ജഡത്തെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു അവിശ്വാസിയുടെ ജീവിതമാണ്. അതൊരു ദൈവപൈതലിൻ്റെ ജീവിതമേ അല്ല. അപ്പോൾ പിന്നെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ നമ്മൾ കേൾക്കുന്നതിനും നമ്മളുടെ താല്പര്യങ്ങൾ, നമ്മൾ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മളുടേതായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് നാം പോകുമ്പോൾ അത് ആത്മാവിനെ അനുസരിച്ചിട്ടുള്ള ഒരു ജീവിതമല്ല, മറിച്ച് ജഡത്തെ അനുസരിച്ചിട്ടുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ ആത്മാവ് നമുക്ക് വേണ്ടി തുണ നിൽക്കുന്നുണ്ട്. ആത്മാവിന് കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മാവിനെ നമുക്ക് നൽകുന്നതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അതിൻ്റെ ഒരു യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്, ആത്മാവ് വരുമ്പോൾ അവൻ സകലം നിങ്ങളെ ഓർമ്മപ്പെടുത്തുമെന്നാണ്. അപ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്നുണ്ട്. നമ്മളെ ഓർമ്മപ്പെടുത്തണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം. നമ്മളെല്ലാവരും നമ്മൾ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ദൈവവചനം ഒരു തക്ക സമയത്ത്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളെ വഴി നടത്തുന്നതിന് വേണ്ടി നമ്മളെ ഓർമ്മപ്പെടുത്തുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ നാം അതിനായിട്ട് കാത്തിരിക്കേണ്ടതും ആവശ്യമാണ്. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം, ചിന്ത എന്ത് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിനെ കുറിച്ചാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മളുടെ ജീവിതം. അതല്ല എങ്കിൽ അതൊരു തികച്ചും ഒരു അവിശ്വാസിയുടെ ജീവിതമായിട്ട് മാത്രം അത് ഇരിക്കുന്നു. ശരി, 28-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ കാണാപ്പാഠം അറിയാവുന്ന ഒരു വേദവാക്യമാണ്. ഒരുപക്ഷെ ഞാനൊക്കെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഏറ്റവും ആദ്യം കാണാപ്പാഠം പഠിച്ചതായിട്ടുള്ള വാക്യങ്ങളിൽ ഒന്നാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാപ്പാഠം അറിയാം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അനേക പ്രസംഗങ്ങളും ഈ ഒരു വാക്യത്തെ അടിസ്ഥാനമാക്കി നാം ഒരുപക്ഷെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ ധാരാളം നമുക്ക് ലഭ്യവുമാണ്. എന്നാൽ ഇത് നമ്മളുടെ ജീവിതത്തിൽ ഒരു വിശ്വാസമായി പരിണമിച്ചിട്ടുണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഇപ്പം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതായത് അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതികൂലമായി അല്ലെങ്കിൽ തിന്മയ്ക്കായി സംഭവിക്കുന്നു എന്ന് നാം കരുതുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. നാം തിന്മയാണ് എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ നാം കടന്നു പോകുന്നതായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങൾ, അവസ്ഥകൾ, കഷ്ടങ്ങൾ ഒക്കെ ദൈവത്തിൻ്റെ മക്കളാണ് നാമെങ്കിൽ അത് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പക്ഷേ അതിൽ 2 വ്യവസ്ഥകളുണ്ട്. ഒന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. ഈ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നൽകിയിട്ടുള്ളതായ വാഗ്ദത്തങ്ങൾ ദൈവത്തെ സ്നേഹിക്കാത്തവർക്ക് അത് ലഭ്യമാകുകയില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ദൈവമേ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് നമ്മുടെ വാക്കുകൊണ്ട് പറയുന്നതിലൂടെ അല്ല എന്നുള്ളത് നമുക്കറിയാം. നമുക്കുള്ള ദൈവത്തോടുള്ള നമ്മളുടെ സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവകൽപ്പനകളെ അനുസരിക്കുന്നതിലൂടെയാണ് നാം വെളിവാക്കുന്നത് എന്നറിയാമല്ലോ. അതിനെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്, പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എന്നാണ്. ദൈവസ്നേഹത്തെ നമ്മളിലുള്ള ദൈവസ്നേഹത്തെ അളക്കുവാനായിട്ടുള്ള അളവുകോൽ
എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സഹോദര സ്നേഹമാണ്. അല്ലെങ്കിൽ ദൈവം സ്നേഹിക്കുന്നതിനെ നാം സ്നേഹിക്കുന്നതാണ്. ദൈവം സ്നേഹിക്കുന്നതിലൂടെയാണ് നമ്മളുടെ ദൈവസ്നേഹം വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതാണ് സ്നേഹം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ന് പറയുന്നത് ദൈവം ഈ ലോകത്തിൽ എന്തെല്ലാം നമ്മളിലൂടെ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനെല്ലാം നാം നിന്നുകൊടുക്കുക എന്നുള്ളതാണ്. അത് കേവലം ഏതെങ്കിലും പാപ സ്വഭാവങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ചില പാപ സ്വഭാവങ്ങൾ വേണ്ട എന്ന് വെക്കുന്നു എന്നുള്ളതിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ളതായ കാര്യങ്ങളല്ല ദൈവകൽപ്പനകളെ അനുസരിക്കുക എന്ന് പറയുന്നത്. പലപ്പോഴും ദൈവകൽപ്പനകളെ അനുസരിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്നത് 10 കൽപ്പനകളെ കുറിച്ചാണ്. 10 കൽപ്പനകൾ, അതായത് 10 കൽപ്പനകളെയൊക്കെ ഒന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് തന്നെ ഒരു പക്ഷേ നമ്മൾ ഒരു സംതൃപ്തിയിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. എന്താണ്, ഒരു പക്ഷേ ഞാനങ്ങനെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല, എൻ്റെ വീട്ടിൽ അങ്ങനെ വിഗ്രഹങ്ങളോ പടങ്ങൾ പോലുമോ ഇല്ല, ഞാൻ വേറെ ദൈവത്തെ ആരാധിക്കുന്നില്ല, ഞാൻ കൊലപാതകം ചെയ്യുന്നില്ല, ഞാൻ മോഷ്ടിക്കുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ സാമാന്യം സമൂഹത്തിൽ യോഗ്യമായിട്ടുള്ളൊരു ജീവിതം ഞാൻ നയിക്കുന്നു എന്ന് നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് ചിന്തിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ 10 കൽപ്പനകളെ അനുസരിക്കുക അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നിടത്തോളം അനുസരിക്കുക എന്നുള്ളതിൽ അല്ല യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം അടങ്ങിയിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ അടങ്ങിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും ദൗത്യങ്ങളും നാം ഏറ്റെടുത്ത് ചെയ്യുക. അത് ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയെ നാം ലംഘിക്കുന്നു എന്നാണ്. ദൈവം നമുക്ക് കൃപാവരങ്ങളെ നൽകിയിട്ടുണ്ട്. എന്തിനാണ് കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നത്? അത് ഉപയോഗിച്ച് ദൈവസഭയെ ശുശ്രൂഷിക്കുന്നതിന്, ദൈവമക്കളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയാണ്. അതിന് നാം തയ്യാറല്ല എങ്കിൽ നാം തെറ്റ് ചെയ്യുന്നവരാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തത് പാപമാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നന്മ ചെയ്യുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ താല്പര്യമില്ല എങ്കിൽ നാം ദൈവകൽപ്പനകളെ അനുസരിക്കുന്നു എന്ന് പറയുവാനായിട്ട് കഴിയില്ല. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദിനംതോറും നാം ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുകയും ആ വിശ്വാസത്താൽ ജീവിക്കുകയും ചെയ്യുന്നവരല്ല എങ്കിൽ അതും പാപമാകുന്നു. അപ്പോൾ ദൈവകൽപ്പനകളെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം 10 കൽപ്പനകളിലെ ചില കൽപ്പനകളൊക്കെ അനുസരിക്കുന്നു എന്നുള്ള നിലയിൽ നമ്മെ തന്നെ സംതൃപ്തിയിൽ കൊണ്ടുവരുവാനായിട്ട് ആവശ്യമില്ല. അതങ്ങനെയല്ല. ദൈവാത്മാവിനെ അനുസരിക്കാതെ നടക്കുന്ന എല്ലാ നടപ്പും അത് പാപമാണ്, അല്ലെങ്കിൽ ദൈവഹിത പ്രകാരമല്ല. നമ്മൾ ആത്മാവിനെ അനുസരിക്കുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ അനുസരിക്കുന്നത് ജഡത്തെയാണ്. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കുന്ന നിശ്ചയം. അത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നാം ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. ഇന്ന് അനേകരുടെയും ദൈവസ്നേഹം എന്ന് പറയുന്നത് തികച്ചും വ്യാജമായിട്ടുള്ള ഒരു സ്നേഹമാണ്. നമുക്കറിയാമല്ലോ, കർത്താവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു, ഒരു യൗവനക്കാരൻ വന്നു. അവൻ കർത്താവിനെ പിൻചെല്ലുവാനായിട്ട് അവന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് അവനെ കണ്ടു, സ്നേഹിച്ചു. നീ ദൈവരാജ്യം അവകാശപ്പെടാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു. ഇന്നതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അതൊക്കെ ഞാൻ ബാല്യം മുതലേ ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു കുറവുണ്ടെന്ന് പറഞ്ഞു. നിനക്കുള്ളതൊക്കെ വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് വന്ന് എന്നെ പിൻഗമിക്കുക. അപ്പോൾ യഥാർത്ഥത്തിലുള്ള അവൻ്റെ ദൈവസ്നേഹം എന്ന് പറയുന്നത് ഒരു വട്ടപൂജ്യമായിരുന്നു. അവൻ സ്നേഹിച്ചത് ധനത്തെയാണ്. അതുപോലെ തന്നെ അവൻ സ്നേഹിച്ചത് മാമോനെയാണ്. അതേസമയം തന്നെ ദൈവകൽപ്പനകളെ ഒരു പരിധിവരെയൊക്കെ താൻ അനുസരിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ചില കൽപ്പനകളൊക്കെ കർത്താവ് എടുത്തു പറഞ്ഞു, ആ കൽപ്പനകളൊക്കെ ഞാൻ അനുസരിക്കുന്നുണ്ട്, ബാല്യം മുതൽ അനുസരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാനും ചില കൽപ്പനകൾ അനുസരിക്കുകയും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന അതേ അവസ്ഥയിൽ തന്നെ ദൈവത്തെ സ്നേഹിക്കാത്തവരായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നാം തന്നെ അറിയത്തില്ല, നമുക്ക് തന്നെ ഒരുപക്ഷെ മനസ്സിലാകുകയില്ല നാം ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത്. കാരണം ആ യൗവനക്കാരൻ വന്നപ്പോൾ താൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു ചിന്തയായിരുന്നു തൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. തൻ്റെ ഹൃദയത്തിൽ
ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണല്ലോ ഞാൻ കൽപ്പനകളൊക്കെ അനുസരിക്കുന്നത് എന്നുള്ള ഒരു സന്തോഷവും അങ്ങനെയുള്ള ഒരു മനോഭാവവും ഒക്കെയായിരുന്നു തൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. എന്നാൽ കർത്താവിൻ്റെ ഒരൊറ്റ വാക്കിൻ്റെ പുറത്ത് തൻ്റെ ദൈവസ്നേഹത്തിൻ്റെ പൊള്ളത്തരം പുറത്തു വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തെ നാം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിലൂടെയാണ് പുതിയ നിയമത്തിൽ നമുക്കത് വെളിപ്പെടുത്തുവാനായിട്ട് കഴിയുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിനെക്കുറിച്ച് നാം അല്പ നിമിഷം മുമ്പ് ചിന്തിക്കുകയുണ്ടായി. അതല്ലാതെ മറ്റ് നമ്മൾ ഏതെങ്കിലും നമുക്ക് കഴിയുന്നതായിട്ടുള്ള ചില കൽപ്പനകളൊക്കെ അനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുന്നതായിട്ടൊരു കാര്യമേ അല്ല, നമ്മുടെ വിശ്വാസത്തെ വെളിപ്പെടുത്തുന്നതായിട്ടൊരു കാര്യമേ അല്ല. കൊരിന്തിലെ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കണം, നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം എന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കപ്പെടുന്നവർക്ക് ഉള്ള ഒരു വാക്തത്വമാണ് എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്നുള്ളത്. അതുപോലെ തന്നെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ദൈവത്തിൻ്റെ നിർണയത്തിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളി കേട്ടതായിട്ടുള്ള ആളുകൾക്ക് അവർ ദൈവത്തെ വിളി കേട്ട് വന്ന പലരും ഉണ്ട് കേട്ടോ. ഇവിടെ എന്തുകൊണ്ട് ഈ വിളിക്കപ്പെട്ടവർക്ക് സ്നേഹിക്കുന്നവർക്ക് എന്ന് രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. വിളിച്ചു വന്നതിന് ശേഷവും ദൈവസ്നേഹമില്ലാതെ, വിശ്വാസമില്ലാതെ ഒരാൾക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഈ രണ്ടും അവിടെ കൃത്യമായിട്ടും പ്രത്യേകമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം വിളിച്ചവരാണെങ്കിൽ നിങ്ങൾക്കെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വിളിക്കപ്പെട്ടവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരുമാണെങ്കിൽ, വിളിക്കപ്പെട്ട ആളുകൾ എല്ലാവരും ദൈവത്തെ സ്നേഹിച്ചുകൊള്ളണമെന്നില്ല, അവർ ദൈവസ്നേഹത്തിൽ നിന്നൊക്കെ വിട്ടുപോകുന്നതായിട്ടുള്ള ആളുകളും ഉണ്ട് എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് വ്യവസ്ഥകളും അവിടെ വെക്കേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ വിളിക്കപ്പെട്ടവർക്ക്, സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ നാം വിളിക്കപ്പെട്ടവരാണോ ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ? ഇത് രണ്ടും നമ്മളിൽ ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള യാതൊരു കാര്യവും നമ്മെ നിരുത്സാഹപ്പെടുത്തുകയില്ല, നമ്മെ നിരാശപ്പെടുത്തുകയില്ല, നമുക്ക് ധൈര്യത്തോടെ ഇരിക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശുദ്ധീകരണത്തിനായിട്ട് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ നന്മയ്ക്കായിട്ട് ഇത് തീർത്തതാണ്, ദൈവം ഇതെൻ്റെ നന്മയ്ക്കായിട്ട് തീർക്കും എന്ന് വിശ്വസിക്കുവാനായിട്ടും ആ ഒരു നിലയിൽ നമ്മെ തന്നെ ദൈവിക പരിപാടിക്കായിട്ട് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയാറുണ്ടോ? മിക്കവാറും ഒന്നും കഴിയാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഇസ്രായേൽ മക്കളെ പോലെ പിറുപിറുപ്പുകാരായിട്ട് നമ്മളങ്ങ് മാറുകയാണ്. ദൈവം എന്തിന് എനിക്കിത് വരുത്തി എന്നുള്ള നിലയിൽ ദൈവത്തെ ചോദ്യം ചെയ്യുവാനും, ദൈവിക പരിപാടിയെ ചോദ്യം ചെയ്യുവാനും, പിന്നെ ദൈവസഭയെ നിന്ദിക്കുവാനും തുച്ഛീകരിക്കുവാനും, സഭയുമായിട്ടുള്ള ബന്ധം പോലും വിശ്വാസം പോലും വിട്ടുകളഞ്ഞ് അങ്ങനെ പോകുന്നതായിട്ടുള്ള ആളുകളെ നമുക്ക് ധാരാളം കാണുവാനായിട്ട് കഴിയും. ഈ വാക്യം കാണാതെ പഠിച്ചതുകൊണ്ട് കാര്യമില്ല, അത് നമ്മളുടെ ബുദ്ധിയിലിരിക്കും. എന്നാൽ ഈ വാക്യം നമ്മുടെ ഹൃദയത്തിലെ ഒരു വിശ്വാസമാണ് എങ്കിൽ അത് യഥാർത്ഥത്തിൽ നമുക്ക് അത് ഗുണകരമായിട്ട് ഭവിക്കും. നമ്മളൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന് വെച്ചോളൂ. പെട്ടെന്നുള്ള നമ്മുടെ പ്രതികരണം, ദൈവം എന്തിന് ഇത് എനിക്ക് വന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കൊന്നും കുഴപ്പമില്ല, ദൈവം എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്നൊക്കെയാണല്ലോ പൊതുവിൽ നമ്മൾ കേൾക്കുകയും കാണുകയും പ്രസംഗിച്ച് കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ ദൈവസന്നിധിയിൽ നാം ഈ പ്രശ്നവുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പരിശോധിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ ചിന്ത എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. ദൈവാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തും, മകനെ, മകളെ, ഇത് നിന്റെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ അനുവദിച്ചിട്ടുള്ളതാണ് എന്നുള്ള കാര്യം. അപ്പോൾ അത് നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ അത് ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ആ പ്രശ്നത്തെ അല്ല കാണേണ്ടത്. ഈ പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പരിശോധിച്ച് ദൈവാത്മാവിൻ്റെ ചിന്ത ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ, അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും വിളിക്കപ്പെട്ടവർക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ നന്മയ്ക്കാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നുവെങ്കിൽ നമ്മളുടെ ജീവിതം എത്രയോ
ആശ്വാസവും സന്തോഷവുമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മാത്രവുമല്ല, നമ്മൾ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും ആ പ്രതിസന്ധികളെ ഒക്കെ അതിജീവിക്കുവാൻ ആവശ്യമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നമ്മളിലുണ്ട്. അപ്പോൾ നമുക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷയെ അനുവദിക്കുകയില്ല എന്നുള്ള വാക്തത്വം നമുക്കുണ്ട്. അപ്പോൾ നാം ഏത് കഠിന ശോധനയിലൂടെ കടന്നു പോയാലും നമുക്ക് ഭയപ്പെടാനോ പിറുപിറുക്കുവാനോ പരാതി പറയുവാനോ യാതൊരു ആവശ്യവുമില്ല. അതെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവീക പരിപാടിയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മെ ദൈവം ശുദ്ധീകരിക്കുന്നത് കഷ്ടങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടത്തിവിട്ടുകൊണ്ട് തന്നെയാണ്. അതല്ലാതെ ഒരു ദൈവിക പരിപാടി ഇല്ല. നമ്മയൊക്കെ ദൈവാനുരൂപമായി രൂപാന്തരപ്പെടുന്നതിന് നമ്മളെയൊക്കെ ഉടച്ചു വാർത്ത് ക്ഷമയുള്ളവരും ദീർഘക്ഷമയുള്ളവരും ഒക്കെ ആക്കി, താഴ്മയുള്ളവരും ഒക്കെ ആക്കി നമ്മെ തീർക്കണമെങ്കിൽ നമ്മുടെ മേൽ ധാരാളം സമ്മർദ്ദങ്ങൾ, നമ്മളുടെ വീടിനുള്ളിലുള്ളവരും നമ്മുടെ ചുറ്റുമുള്ളവരും സഭയിലുള്ളവരും ഒക്കെ, അവരിലൂടെയൊക്കെ ദൈവം നമ്മളുടെ മേൽ നല്ല സമ്മർദ്ദങ്ങളെ തരും. അതൊക്കെ തരുമ്പോൾ നാം ദൈവഹിതത്തിന് വിധേയപ്പെടുകയാണെങ്കിൽ നമ്മളിൽ ഒരു വലിയ ദൈവീക പ്രവൃത്തി നടക്കും. ഇതൊക്കെ നന്മയ്ക്കാണ് എന്ന് നമുക്ക് മനസ്സിലാകും. പ്രിയമുള്ളവരെ, ഇത് വിശ്വാസമായി പരിണമിച്ചിട്ടുണ്ടോ? പ്രതിസന്ധികൾ വരുമ്പോൾ നാം ഹൃദയങ്ങളെ ഒന്ന് പരിശോധിച്ച് ആത്മാവിൻ്റെ ചിന്ത എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കാറുണ്ടോ? ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. പലപ്പോഴും നമ്മുടെ ജഡത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള പിറുപിറുപ്പും പരാതിയും ദൂഷണവും അതുപോലെ തന്നെ ദൈവനിന്ദയും ഒക്കെയാണ് ഉണ്ടാവാറുള്ളത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ദൈവഹിതം സംബന്ധിച്ച ഒരു നല്ല കാഴ്ചപ്പാട് നമ്മളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നാം ദൈവവചനം പഠിക്കുകയും അത് കേൾക്കുകയും വീണ്ടും വീണ്ടും വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടതായിട്ടൊരു വലിയ വ്യത്യാസമാണ് ഈ മേഖലകളിലൊക്കെ നമുക്ക് ഉണ്ടാകേണ്ടത്. നമ്മുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ പരിപാടിയാണ്. അത് നമ്മെ പ്രതിസന്ധികളിലൂടെ കടത്തിവിട്ടിട്ടാണ്. നമുക്കറിയാമല്ലോ, ഒരു നല്ല പട്ടാളക്കാരൻ ഉണ്ടാകുന്നത് അവനെ എത്രയോ വലിയ കഠിനമായ പരിശീലനത്തിലൂടെ കടത്തിവിട്ടുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഒരു എക്സസൈസുമില്ല, പരിശീലനവുമില്ല, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു AC റൂമിലിരിക്കുന്ന ഒരാളെ ഒരു തോക്കുമായിട്ട് എതിരാളിയോട് പടവെട്ടാനായിട്ട് പറഞ്ഞു വിട്ടാൽ അവർ തീർച്ചയായിട്ടും 4 സ്റ്റെപ്പ് ഒരു ഓട്ടം ഓടുമ്പോഴത്തേക്കും കിതച്ച് താഴെ വീണ് അവർ വീണുപോകും. ശത്രു അവരുടെ മേൽ വിജയം പ്രാപിക്കും. നമ്മെ ദൈവം പരിശീലിപ്പിക്കുന്നത് നമ്മെ വളരെ കഠിനമായ പരിശീലനത്തിലൂടെ പരിശോധനയിലൂടെ കടത്തിവിട്ടുകൊണ്ടാണ്. അതിന് നമ്മൾ വിധേയപ്പെടേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഒന്നും പേടിക്കേണ്ട, എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു. പക്ഷെ ഒരു കാര്യം മാത്രം ഉറപ്പാക്കണം. എന്താണ്? നാം വിളിക്കപ്പെട്ട അവരുടെ ഗണത്തിൽ നാം ഉണ്ട്. അതായത് നാം വീണ്ടും ജനനം പ്രാപിച്ചവരാണ് എന്ന് മാത്രവുമല്ല, നാം ആ ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കുന്നവരുമാണ്. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.